ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി നമുക്ക് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ആദ്യ അരമണിക്കൂറിൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രധാന പോയിന്റ്, അതായത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ എന്ന പോയിന്റ് തിരിച്ചടിയായോ കേന്ദ്രത്തിന് എന്നാണ്. എന്താണ് അങ്ങയുടെ മറുപടി? അല്ല, അതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി തുഷാർ മേത്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. തുഷാർ മേത്ത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വഖഫ് നിയമം പൂർണ്ണമായും മതപരമായ വിഷയത്തിൽ അധിഷ്ഠിതമാണെന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ അത് ചർച്ച ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ 3 പേരും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഈ ഹിന്ദുക്കൾക്ക് അത് ചർച്ച ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത്. വാസ്തവത്തിൽ കോടതിയിൽ ഒരു നർമ്മത്തിലൂടെയാണെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റിനൊരു കാതലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒന്നും അപ്പോയിൻമെൻറ്റ് നടത്താൻ പാടില്ല. ഇപ്പം എനിക്ക് വളരെ രസകരമായ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കേരളത്തിലെ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജിജു ഈ കേരളത്തിലെത്തിയ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഓരോന്ന് തിരികെ കയറ്റി അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, ഈ ബില്ല് കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഈ നിയമം കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഇനി റൂൾസ് വന്നിട്ടും ചട്ടം വന്നിട്ടും യാതൊരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് വാസ്തവത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് ഞാൻ പോയ ആളാണ്. മുനമ്പത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടതാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തിനും ബാധകമാണെന്നും രാജ്യത്തൊരിടത്തും ഇനി മുനമ്പം ആവർത്തിക്കില്ലെന്നും കിരൺ റിജിജു ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ചട്ടങ്ങളൊന്നും ആയിട്ടില്ല, ചട്ടങ്ങൾ വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ദേവൻ ആ കാര്യം സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വരുമ്പം അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ കേട്ടിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ കോൺഗ്രസിൻ്റെ ആളുകളും ചില ചാനൽ ചർച്ചയിലെ മാധ്യമ വിശാരദന്മാരും ചോദിക്കുന്നത്, റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാതെ വരുമ്പോൾ ഈ നിയമം എങ്ങനെ മുനമ്പത്തുകാർക്ക് ബാധകമാകും എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലെങ്കിൽ മുനമ്പത്ത് എങ്ങനെ ബാധകമാകും എന്ന ചോദ്യത്തിന് വാസ്തവത്തിൽ നിയമത്തിൻ്റെ വിശകലനമാണ് വേണ്ടത്. നിയമത്തിലെ 2A എന്ന് പറയുന്ന ഭേദഗതി നിയമത്തിലെ 2A എന്ന് പറയുന്ന സെക്ഷൻ, ആ സെക്ഷൻ ട്രസ്റ്റുകൾക്ക് നിയമമേ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ദേവൻ അതുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല സാർ, ഞാൻ അതിലേക്ക് എത്തിയില്ല. ഈ നിയമമേ ട്രസ്റ്റ് ഭൂമിക്ക് ബാധകമല്ല. മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത് ട്രസ്റ്റിന്, ഫറൂഖ് കോളേജിൻ്റെ ട്രസ്റ്റിന് കൊടുത്ത ഭൂമിയാണ്. ട്രസ്റ്റിന് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ 2A പ്രകാരം, ഇപ്പോൾ ഈ നിയമത്തിലെ 2A പ്രകാരം ട്രസ്റ്റിൻ്റെ ഭൂമിയായി മാറിയാൽ പിന്നെ വഖഫിന് അവകാശമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അതുകൊണ്ട് മുനമ്പത്തെ വിഷയത്തിൽ ഈ നിയമം എങ്ങനെ ഭേദഗതി നിയമം എങ്ങനെ നിലനിൽക്കുന്നു വെച്ചാൽ അത് ട്രസ്റ്റ് ഭൂമിയാണ്, ഇനി വഖഫിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. ഈ നിയമം വന്നതോടുകൂടിയാണ് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടത്. എൻ്റെ ചോദ്യം, ഒന്ന് മുനമ്പത്തെ വഖഫ് വിഷയമാണ്, മുനമ്പത്തെ ഭൂമിയിലെ 600 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിഷയമാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഒരു 2:30 CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ്ട ഒരു പത്രസമ്മേളനം കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിലദ്ദേഹം പറയുന്നുണ്ട് മാധ്യമക്കാരോട്, ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ജുഡീഷ്യറിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചുകൂടാ. പക്ഷെ തൽക്കാലം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ്റിന് അതിശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കെന്താ, ജുഡീഷ്യറി ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്, താല്പര്യമാണ്. വാസ്തവത്തിൽ ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അടി കിട്ടുമ്പോൾ സുപ്രീം കോടതി മോശം, സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇത് കിട്ടുമ്പോൾ സുപ്രീം കോടതി ചക്കര. ഇതാണ് ഇവരുടെ സമീപനം.
അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്, ഇവിടെ കേരളത്തിൽ ഭയങ്കര ചർച്ചയല്ലേ, കേന്ദ്ര സർക്കാരിന് ഭയങ്കര നഷ്ടം സംഭവിച്ചിരിക്കുന്നു, കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. എന്താ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി? ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം എന്താ? ദീർഘകാല ഉപയോഗത്തിലൂടെ പ്രമാണം വഴിയോ വഖഫാണെന്ന് കോടതി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഈ നിയമം മൂലം അങ്ങനെ ആകാതെ വരുമോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, പിന്തുടർച്ച അവകാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു, 200 വർഷം മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അന്ന് പ്രമാണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊടുക്കുകയും തർക്കങ്ങളില്ലാതിരിക്കുകയും അത് സർക്കാർ ഭൂമിയാണോ അല്ലെങ്കിൽ അത് വഖഫ് ഭൂമിയാണോ എന്ന ഒരു തർക്കമൊന്നുമില്ലാതെ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ വഖഫായി തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഭൂമി ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം 200-300 വർഷങ്ങൾ പഴക്കമുള്ള യാതൊരു തർക്കവുമില്ലാതെ ഒരു തരത്തിലും കോടതി വ്യവഹാരങ്ങളിൽ പെടാതെ അത് വഖഫ് ആയിട്ട് നോട്ടിഫൈ ചെയ്തു പോയിട്ടുള്ള ആ ഭൂമികളിൽ തർക്കം ഉന്നയിക്കരുത്. കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾക്കിടവരും. അതുകൊണ്ട് അത് തർക്കം ഉന്നയിക്കരുത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നേ. രണ്ടാമത്തെ കാര്യം, വളരെ കൃത്യമായി കോടതി പറയുന്നു, തൽക്കാലം ബോർഡുകളിലേക്ക് മുസ്ലിങ്ങളെ വെക്കരുത്. ഞാൻ ചോദിക്കുന്നത്, കോടതി മുസ്ലിങ്ങളെ വെക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് തുഷാർ മേത്ത 3 ഹിന്ദുക്കളാണ് ഈ കാര്യത്തെ കോടതിയിൽ ചർച്ച ചെയ്യുന്നെന്ന് തമാശ. പക്ഷേ ഞാൻ പറയുന്നത് ഒറ്റ പോയിന്റ് പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അമുസ്ലിങ്ങൾ കൃത്യമായി തമാശ രൂപേണ ഒരു മറുപടി പറഞ്ഞു എന്നത് ശരി തന്നെ. പക്ഷേ അതാണ് ഇവിടെ ചർച്ച ചെയ്ത് ശ്രീ സ്റ്റാലിൻ ദേവൻ അടക്കമുള്ളവർ പറഞ്ഞത് അതാണ്. അമുസ്ലിങ്ങൾ എന്ന ഒറ്റ വാക്ക്, അവരെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന പ്രയോഗം, അത് ഈ നിയമ ഭേദഗതിയിൽ സർക്കാരിന് തിരിച്ചൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. തുഷാർ മേത്ത പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ കാണാതെ പോയിക്കൂടാ. ഒഫീഷ്യൽസാണ്. ഒഫീഷ്യലിൻ്റെ മതം നോക്കേണ്ട കാര്യമില്ല. ഒഫീഷ്യലിൻ്റെ മതം നോക്കിയാൽ കോടതിയുടെ മതം നോക്കേണ്ടി വരും. നിങ്ങൾ കളക്ടറുടെ മതം നോക്കിയാൽ, RDOൻ്റെ മതം നോക്കിയാൽ, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ആളുകളുടെ മതം നോക്കിയാൽ നിങ്ങൾക്ക് ജഡ്ജിയുടെ മതം നോക്കേണ്ടി വരില്ലേ? ഈ ബോർഡിലേക്ക് വരുന്നത് ഒഫീഷ്യൽസാണ്. അപ്പോൾ ആ ഒഫീഷ്യലിൻ്റെ മതം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് തുഷാർ മേത്ത സൂചിപ്പിച്ചത്. ഇനി അതൊരു തിരിച്ചടിയായിട്ട് വന്നു എന്ന് തന്നെ വരട്ടെ. അത് മുസ്ലിം പാടില്ല എന്ന് കോടതി പറഞ്ഞു എന്ന് വിചാരിട്ടെ. അതിപ്പോൾ എന്താ കുഴപ്പമെന്താ? ഞാൻ വേറൊരു തലത്തിലാണ് സംസാരിക്കുന്നത്. മുസ്ലിം പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ എന്ത് പ്രശ്നമെന്ന് സെക്ഷൻ 40 പോയി കഴിഞ്ഞാൽ, കാരണം നിലവിലുള്ള ഏതാണ്ട് 8 ലക്ഷം ആയിട്ടുള്ള ഭൂമി വകകളുമായി ബന്ധപ്പെട്ടതിൽ ഏതാണ്ട് 50% വഖഫ് ബൈ യൂസറാണ്. ഈ വഖഫ് ബൈ യൂസർ സെക്ഷൻ 40 പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ 80% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അവിടെയാണ് അടിസ്ഥാന വിഷയം. അല്ലാണ്ട് ഇതിനകത്തൊരു നോമിനി മുസ്ലിം വേണോ മുസ്ലിം വേണോ എന്നൊന്നും വലിയ ചർച്ചയുള്ള കാര്യമല്ല. അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യും. ആ ചർച്ച ബഹുമാനപ്പെട്ട കോടതിയിൽ നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞു ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞു. ഇനി അത് നെഗറ്റീവായിട്ട് കോടതി പറയാണ് അമുസ്ലിം പാടില്ല, മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാലും, ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളോട് പറയുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയുന്നു, ഈ നിയമത്തിൻ്റെ സത്തയുമായിട്ട് അതിന് ബന്ധമില്ലെന്ന്. ഈ നിയമത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് എന്താ? ഈ വഖഫ് ഭേദഗതി 2013 വഖഫ് ഭേദഗതിയും 1995 നിയമവും 95 വരെ പ്രത്യേകിച്ച് വഖഫിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 2013 ഭേദഗതി നിയമം വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ പല സാധനങ്ങളും ഉരുണ്ടുകൂടി വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര കോംപ്ലിക്കേഷൻ ആയത്. അത് ഈ UDF ഈ കോൺഗ്രസ്സുകാർ കൊടുത്ത ഭേദഗതി പ്രകാരമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. വഖഫ് ബൈ യൂസർ എന്ന സെക്ഷൻ 40 എടുത്തു കളഞ്ഞാൽ പിന്നെ ഈ വഖഫ് എന്ന് പറയുന്ന ഇന്നത്തെ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെടും. 50% ഭൂമി കേസുകളും തർക്കങ്ങളും ഭൂമിയും എല്ലാം ഈ വഖഫ് ബൈ യൂസർ എന്ന കൺസെപ്റ്റിലാണ്. അതുകൊണ്ട്
ഈ ഏതെങ്കിലും ബോർഡിലേക്കോ അല്ലെങ്കിൽ കൗൺസിലിലേക്കോ നോൺ മുസ്ലിമിനെ വെക്കുന്നത് ശരിയാണോ, അത് വെക്കാതിരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവില്ല എന്ന ചോദ്യത്തിന് അത് വലിയ തിരിച്ചടി ആവില്ല എന്ന് മാത്രമല്ല, അതൊരു ഈ നിയമത്തിൻ്റെ അതിൻ്റെ ക്രക്സിനെ അത് കാര്യമായി ബാധിക്കില്ല. അത് കോടതി ചർച്ച ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഒഫീഷ്യൽസിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ ജില്ലാ ജഡ്ജും ജില്ലാ കളക്ടറും ഒക്കെ ഭാഗവാക്കുകളാണ്. അവരെ മതം നോക്കിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ? കളക്ടറുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കളക്ടർ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബോർഡിലില്ലെങ്കിലും കളക്ടർക്ക് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണല്ലോ പണ്ട് കരുണാകരൻ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒഫീഷ്യൽസ് ആയിട്ട് വരുന്ന സമയത്ത് അതൊക്കെ വേണ്ടി വരും. അവിടെ ജഡ്ജസ് എങ്ങനെയാണോ മതമില്ലാതെ നീതി നടപ്പാക്കിയത്, അതേപോലെ ഒഫീഷ്യൽസ് മതമില്ലാതെ നീതി നടപ്പാക്കേണ്ടി വരും. അതിനെ സുപ്രീം കോടതി അത് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല, വരട്ടെ നോക്കാം. അതൊന്നും ഈ നിയമത്തിനെ ബാധിക്കില്ല, ഈ നിയമത്തിൻ്റെ ക്രക്സിനെ ബാധിക്കില്ല. അടിസ്ഥാനപരമായിട്ട് ഈ നിയമം എന്ന് പറയുന്നത് അന്യൻ്റെ ഭൂമി പിടിച്ചെടുക്കാനുള്ള വഖഫിൻ്റെ അവകാശത്തെ തകർക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ ഏത് ഭൂമിയും വഖഫാന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാനുള്ള ഈ വഖഫ് ബോർഡിൻ്റെയും അതുപോലെയുള്ള ഇവരെ സഹായിക്കുന്ന ഇടത് വലത് കക്ഷികളുടെ എല്ലാം ഈ അപ്രമാദിത്വത്തെ അറബിക്കടലിൽ ചവിട്ടി താഴ്ത്താണ് ഈ നിയമം. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ക്രക്സിൽ ഈ നിയമവുമായി ബന്ധപ്പെടുമ്പോൾ അതൊക്കെ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ്.